നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ റെയിൽവേയുടെ തലവര മാറ്റിയ ട്രെയിനുകളാണ് വന്ദേ ഭാരത് എക്സ്പ്രസ്. സർവീസ് ആരംഭിച്ച വർഷങ്ങൾ പിന്നിടുമ്പോൾ രണ്ട് കൈയും നീട്ടിയാണ് യാത്രക്കാർ വന്ദേ ഭാരതിനെ സ്വീകരിച്ചത്. വരും വർഷങ്ങളിൽ കൂടുതൽ സർവീസ് ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് റെയിൽവേ. കേരളത്തെ സംബന്ധിച്ചും വന്ദേ ഭാരതിനെ മലയാളികൾ ഇരുകൈയും നീട്ടിയാണ് സ്വീകരിച്ചത്. ഇപ്പോഴും വന്ദേ ഭാരത് തുടങ്ങിയ ദിവസം മുതൽ ഇപ്പോഴും വന്ദേ ഭാരതിൽ ടിക്കറ്റ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം അത്രയേറെ ആളുകളാണ് ദിനം പ്രതി വന്ദേ ഭാരതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര പോകുന്നത്. അതിനിടയിലും ഏറ്റവും കൂടുതൽ വന്ദേ ഭാരതിൽ ദിവസം യാത്രാ തിരക്ക് അല്ലെങ്കിൽ ടിക്കറ്റ് നിരക്ക് എടുക്കുന്നവരുടെ നിരക്ക് കൂടുതലുള്ളത് കേരളത്തിലാണ് എന്നുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു. കാരണം അത്രയേറെ കേരളം വന്ദേ ഭാരതിന്റെ വേഗത്തിനൊപ്പം സഞ്ചരിച്ച് തുടങ്ങി എന്നുള്ള വാർത്തകളാണത്. ഇപ്പോഴിതാ മറ്റൊരു സന്തോഷകരമായ വാർത്തയാണ്. കാരണം കേരളത്തിന് 2 വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ അനുവദിക്കാൻ സാധ്യതയുണ്ട്. കൊച്ചുവേളി, ബംഗളൂരു, ശ്രീനഗർ, കന്യാകുമാരി സർവീസുകളാണ് റെയിൽവേ ബോർഡിന്റെ പരിഗണനയിലുള്ളത്. കന്യാകുമാരിയിൽ നിന്ന് കൊങ്കൺ വഴിയാകും ശ്രീനഗർ വന്ദേ ഭാരത് സർവീസ് നടത്തുക. ശ്രീനഗറിന് തൊട്ടടുത്തുള്ള ബഡ്ഗാം സ്റ്റേഷൻ വരെ ആഴ്ചയിൽ 3 ദിവസമായിരിക്കും സർവീസ്. ഉധംപൂർ, ശ്രീനഗർ, ബാരാമുള്ള റെയിൽവേ പാത ഡിസംബറിൽ കമ്മീഷൻ ചെയ്യുന്നതോടെ സർവീസ് തുടങ്ങും. ബെമലിന്റെ ബംഗളൂരു ഫാക്ടറിയിലാണ് വന്ദേ ഭാരത് സ്ലീപ്പർ കോച്ചുകളുടെ നിർമ്മാണം പുരോഗമിക്കുന്നത്. ഡിസംബറോടെ 10 ട്രെയിനുകളുടെ നിർമ്മാണം പൂർത്തിയാകും. രാജധാനി ട്രെയിനിലെ പോലെ പൂർണ്ണമായും AC കോച്ചുകൾ മാത്രമാകും വന്ദേ ഭാരത് സ്ലീപ്പറിലും. കൂടാതെ ഈ സാഹചര്യത്തിൽ റെയിൽവേക്ക് സന്തോഷം നൽകുന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. സൗത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ കീഴിലുള്ള 2ാമത്തെ ഹുബ്ബള്ളി ധാർവാഡ് വന്ദേ ഭാരത് 1 വർഷം പൂർത്തിയാക്കുമ്പോൾ റെയിൽവേയുടെ ഖജനാവിൽ എത്തിച്ചത് 28 കോടി രൂപയാണ്. ബംഗളൂരു നഗരത്തെയും ധാർവാഡിനെയും ബന്ധിപ്പിക്കുന്ന ഈ സൂപ്പർഫാസ്റ്റ് ട്രെയിൻ ദക്ഷിണ കർണാടകയിലും വടക്കൻ കർണാടകയിലുടനീളമുള്ള യാത്രക്കാരിൽ നിന്ന് കാര്യമായ പ്രോത്സാഹനമാണ് നേടിയെടുത്തത്. ട്രെയിൻ യാത്ര ആരംഭിച്ചതു മുതൽ യാത്രക്കാർക്ക് ശരിക്കും ഒരു അനുഗ്രഹമായി മാറിയെന്ന് തെളിയിച്ചിട്ടുണ്ട്. ഓരോ ദിവസവും ശരാശരി 85% സീറ്റുകളും ബുക്ക് ചെയ്താണ് യാത്ര ആരംഭിക്കുന്നത്. മടക്കയാത്രയിൽ ഇത് 83%. സാമ്പത്തികമായി റെയിൽവേയുടെ ഖജനാവ് നിറയ്ക്കാനും വന്ദേ ഭാരതിന് സാധിക്കുന്നുണ്ട്. മികച്ച പ്രതികരണമാണ് ഈ റൂട്ടിൽ ഓടുന്ന വന്ദേ ഭാരത് എക്സ്പ്രസിന് ലഭിക്കുന്നതെന്ന് സൗത്ത് വെസ്റ്റേൺ റെയിൽവേ ചീഫ് പബ്ലിക് റിലേഷൻസ് ഓഫീസർ മഞ്ജുനാഥ് കനമാടി പറയുന്നു. വാരാന്ത്യങ്ങളിൽ ട്രെയിനിന് ആവശ്യക്കാരേറെയാണെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ഇതോടൊപ്പം സർവീസ് മെച്ചപ്പെടുത്താനുള്ള അഭിപ്രായങ്ങളും ഒരു ഭാഗത്തു നിന്ന് ഉയരുന്നുണ്ട്. ഇപ്പോഴത്തെ സമയം മാറ്റണമെന്നും ആവശ്യപ്പെടുന്നവരുമുണ്ട്. ധാർവാഡിൽ നിന്ന് രാവിലെ പുറപ്പെടുന്നതിനും ബംഗളൂരിൽ നിന്ന് ഉച്ചതിരിഞ്ഞ് പുറപ്പെടുന്നതിനുമായുള്ള സർവീസ് വേണമെന്ന ആവശ്യം. അതേസമയം ഈ സർവീസ് ബലഗാവി വരെ നീട്ടണമെന്ന ആവശ്യം യാത്രക്കാരുടെ ഭാഗത്തു നിന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ചർച്ച നടന്നെന്നാണ് സൂചന. എന്നാൽ ഹുബ്ബള്ളിയിലേക്കുള്ള മടക്കയാത്രയ്ക്ക് ബലഗാവി സ്റ്റേഷൻ തിരഞ്ഞെടുക്കാൻ ഇപ്പോൾ സാധിക്കില്ല. ഈ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോം സൗകര്യം അടക്കമാണ് സർവീസ് നീട്ടലിന് തടസ്സമാകുന്നത്. പ്രശ്നപരിഹാരത്തിന് മറ്റൊരു ട്രെയിൻ സർവീസ് ആരംഭിക്കാനും റെയിൽവേക്ക് ആലോചനയുണ്ട്. ഏതായാലും സംസ്ഥാനത്തുടനീളം വന്ദേ ഭാരത് സർവീസുകൾ വലിയ രീതിയിലാണ് ഇപ്പോൾ ഇരുകൈ നീട്ടി ആളുകൾ സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് വീണ്ടും കൂടുതൽ വന്ദേ ഭാരതുകൾ കേന്ദ്ര സർക്കാർ അനുവദിക്കുന്നതിൽ നിന്ന് മനസ്സിലാകുന്നത്.